മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ കെ.സി. വേണുഗോപാലിനായി കണ്ണൂരിലും ഫ്ലെക്സ്. കാൾടെക്സിൽ പുലർച്ചെയാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. നയിച്ചവൻ നായകൻ എന്ന പോസ്റ്ററിൽ റിയൽ ലീഡർ എന്നാണ് കെ.സി. വേണുഗോപാലിനെ വിശേഷിപ്പിച്ചത്. ഐക്യജനാധിപത്യ മുന്നണി ഐതിഹാസിക വിജയം നേടിയതിന് പിന്നാലെ മുഖ്യമന്ത്രി ആരാണ് എന്ന ചർച്ചയാണ് ഇപ്പോൾ വളരെ സജീവമായിരിക്കുന്നത്. അതിൽ 3 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെയും വി.ഡി. സതീശന്റെയും കെ.സി. വേണുഗോപാലിന്റെയും പേരുകൾ. അതിൽ കണ്ണൂരിൽ നിന്ന് ഉയർന്നു വരുന്ന ഫ്ലെക്സുകൾ ഉൾപ്പെടെ ജനനായകൻ, നയിച്ചവൻ നായകൻ, ദ റിയൽ ഹീറോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ കെ.സി. വേണുഗോപാലിനായി വലിയ കൂറ്റൻ ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിലാണ്. ഇത്തരത്തിൽ എംഎൽഎമാരുടെ കൂടുതൽ പിന്തുണയും കെ.സി. വേണുഗോപാലിനുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് ഇരിക്കൂറിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സജീവ് ജോസഫ്, അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ടി.ഒ. മോഹനൻ, പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ടി.കെ. ഗോവിന്ദനെ ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് എത്തിച്ചത് തന്നെ ഇത്തരത്തിൽ കെ.സി. വേണുഗോപാലാണ്. അങ്ങനെ വിജയിച്ച ഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണ ഉറപ്പാക്കാൻ ഇതിനോടകം തന്നെ കെ.സി. വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിരിക്കുമ്പോൾ എംഎൽഎമാരുടെ കൂടുതൽ പിന്തുണ ഉറപ്പാക്കാമെന്നൊരു പ്രതീക്ഷയാണ് ഇത്തരത്തിൽ കെ.സി. വേണുഗോപാലിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിവിധ പോസ്റ്ററുകളും ബാനറുകളും ഉയർന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദ റിയൽ ഹീറോ എന്ന പേരിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ സജീവ ചർച്ചകൾ നിൽക്കുമ്പോൾ ഇത്തരം ഫ്ലെക്സ് കൂടി വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും കാരണമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കണ്ണൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഉണർവുണ്ടാക്കാൻ കെ.സി. വേണുഗോപാലിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയായാൽ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിനും കണ്ണൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാകുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് ഇത്തരത്തിൽ പ്രവർത്തകരടക്കം പങ്കുവയ്ക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള കാര്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കെ.സി. വേണുഗോപാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. മുഖ്യമന്ത്രി ചർച്ചകളിൽ അദ്ദേഹം വളരെ സജീവമാകുന്നു എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.